മലമ്പുഴ അയ്യപ്പൻ പൊറ്റ ചെളിയിൽ അകപ്പെട്ട കാട്ടുപോത്ത് ചത്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വിപിൻ സി വിജയൻ പാലക്കാട് നിന്ന് ചേരുകയാണ്. വിപിൻ, വിവരങ്ങൾ. പ്രവിത, അയ്യപ്പൻ പൊറ്റയിൽ ജനവാസ മേഖലയിൽ 11 മണിയോട് കൂടിയാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. ഈ കാട്ടുപോത്ത് ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് ഇതൊരു കുളമായിരുന്നു ആദ്യം, അതിനുശേഷം അത് തൂർത്തതായിരുന്നു. അതിന്റെ ചളിയിൽ ഇതിന്റെ കാല് അകപ്പെട്ടു. അവിടെ നിന്നും അതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ ഒരു ചളിയിൽ പൂണ്ട നിലയിൽ തന്നെയായിരുന്നു മണിക്കൂറുകളോളം ഉണ്ടായിരുന്നത്. അതിനുശേഷം വനപാലകരും ഇവിടുത്തെ നാട്ടുകാരും പോലീസും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ഇതിനെ കുറച്ചെങ്കിലും അവിടെ നിന്നും കൊമ്പിൽ കയറിട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇപ്പോൾ അത് ചത്തിരിക്കുകയാണ്. പരമാവധി അതിനുള്ള ഒരു ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് സമയമായി തന്നെ, 1 മണിക്കൂറോളമായി തന്നെ അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് വരികയായിരുന്നു. മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് ഒരു ശ്രമം വിജയത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് ഇത് ചത്തത്. അപ്പോൾ ഇതിന്റെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളത് കടക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അയ്യപ്പൻപൊറ്റ കാടുള്ളത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും കാട്ടുപോത്ത് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഈ വേനൽക്കാലം കൂടി തുടങ്ങിയതോടുകൂടി വെള്ളമൊക്കെ അന്വേഷിച്ച് കൂടുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ചേട്ടൻ ഈ പ്രദേശത്ത് തന്നെ ഉള്ള ആളല്ലേ? കാട്ടുപോത്ത് അങ്ങനെ ഇറങ്ങാറുണ്ടോ? കാട്ടുപോത്ത് ഇറങ്ങാറുണ്ട്, പക്ഷേ അപൂർവമേ ഉള്ളൂ. അങ്ങനെ കാട്ടുപോത്ത് ശല്യമൊന്നും അങ്ങനെ ഇല്ല. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് കണ്ടത്. കണ്ടപ്പം ഈ ചെളിക്കകത്ത് കാല് പോന്നിരിക്കായിരുന്നു. അപ്പോൾ തന്നെ വനപാലകരെ അറിയിച്ചു. DFOയും റേസർ ഫോറസ്റ്റ് പിന്നെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി അതിനെ വലിച്ച് കൊമ്പി കയറിട്ട് വലിച്ച് സേഫ്റ്റി ആയ സ്ഥലത്ത് കിടത്തി. ഡോക്ടർ വന്നു. ഡോക്ടർ ട്രിപ്പ് ഇട്ടു. പ്രാദേശിക ശിക്ഷ നൽകി. പക്ഷെ എന്താണെന്നറിയില്ല. എന്തായാലും ഒരു അരമണിക്കൂർ മുന്നേ അത് ചത്തു. ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ക്ഷീണിതനായിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ഏത് മൃഗമാണെങ്കിലും ചെളിയിൽ പൂണ്ടു കഴിഞ്ഞാൽ അത് പരമാവധി രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കും. അപ്പോൾ അത് സ്ട്രെയിൻ കൊടുത്തിട്ടാണല്ലോ ഇത് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മസിൽസിൻ്റെ വലിയ കുഴപ്പം സംഭവിക്കും. പിന്നെ അതിനെ കരയ്ക്ക് വലിച്ചിട്ടാലും അതിനെ എഴുന്നേക്കാനോ ആയിരുന്നു. ഇവിടെ സാധാരണ ഈ പോത്തുകളും ഇവിടെ തന്നെയാണോ സംഭവിച്ചത്? അത് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവുമല്ലേ ഈ ചളിയിൽ നിന്ന് കാല് കയറ്റാൻ? അതെ, അത് തന്നെ ആയിരിക്കും അത് മരിക്കാനുള്ള കാരണം വിചാരിക്കുന്നത്. പിന്നെ ഈ തണുപ്പല്ലേ, ഈ ചെളിക്കകത്ത് നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇതൊന്നും മരവിച്ച പോലെയാണല്ലോ, ബ്ലഡ് സർക്കുലേഷൻ കുറയും. അപ്പോൾ അതൊക്കെ ആയിരിക്കും മരണ കാരണം വിചാരിക്കുന്നു. വളരെ അപൂർവമായിട്ട് തന്നെ ഇവിടെ കാട്ടുപോത്തൊക്കെ ഇറങ്ങാറുള്ളൂ അല്ലേ? കാട്ടുപോത്ത് ഇവിടെ നിറയുണ്ട്. വനം അടുത്തുണ്ട്, ഒരു 100 മീറ്റർ അടുത്ത വനമാണ്. കാട്ടുപോത്തൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ വന്ന ഒരു അപകടത്തിൽപ്പെടുന്ന ആദ്യമായിട്ടാണ്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇവിടെയാണ് ഈ കാട്ടുപോത്ത് ഇതുപോലെ അപകടത്തിൽപ്പെട്ടത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷം ഈ ജഡം ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വനപാലകർ അറിയിക്കുന്നത്. ശരി, വിപിൻ സി വിജയനാണ് ആ വാർത്ത നൽകിയത്. നമ്മൾ ഈ കാട്ടുപോത്ത് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ആളുകളുടെ ആശങ്കയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇപ്പം ഭയങ്കര സങ്കടം തോന്നുന്നു. ഇന്നലെ അതുപോലെ ഒരു പുലി ചത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരേ സ്വഭാവമുള്ള പല വാർത്തകളും ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.